ഈ മാസം 6 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല, അതിനാൽ കൃത്യമായ ജാഗ്രത പാലിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വടക്കൻ കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലർട്ട് മുന്നറിയിപ്പുണ്ട്. ശാലിനി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശാലിനിയെ ഇപ്പോഴാണ് കണ്ടത്. ക്ഷമിക്കണം, മഴയുണ്ട് എന്ന് ഗണേഷ് കുമാർ പറഞ്ഞപ്പോഴും അറിയുന്നുണ്ടായിരുന്നില്ല. ഈ സ്റ്റുഡിയോയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വിൻഡോ ഇല്ല. ശാലിനി ഇതിനകം തന്നെ പെരുമഴയത്താണ് നിൽക്കുന്നത്. ശാലിനി, എന്താണ് മുന്നറിയിപ്പ്? വളരെ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് അല്ലേ? പ്രദീപ്, ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. സാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വരും ദിവസങ്ങളിൽ നൽകിയിട്ടുള്ളത്. ജൂലൈ 6 വരെ അതിശക്തമായ അതിതീവ്രമായ മഴയാണ് സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് നിലവിൽ 3 ജില്ലകൾക്ക് മാത്രമാണ് അലേർട്ടുകൾ നൽകിയിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം, അതായത് ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പക്ഷേ തെക്കൻ കേരളത്തിലെ പല ജില്ലകളിലും ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിലും അതിശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇനി 10 മണിയോട് കൂടിയാണ് അലേർട്ടുകൾ വരാനുള്ളത്. ഈ അലേർട്ടുകളിൽ കൂടുതൽ ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പുകൾ വരാനുള്ള സാഹചര്യങ്ങളും സാധ്യതകൾ കൂടിയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നാളെ രാത്രി 11:30 വരെ സംസ്ഥാനത്തിന്റെ തീരദേശ മേഖലകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ മേഖലകളിൽ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാനുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒപ്പം തന്നെ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകുകയാണ്. മത്സ്യബന്ധന തൊഴിലാളികളൊക്കെ തന്നെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ പോകുന്നത് അതീവ ജാഗ്രതയോടെ വേണം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് നിലവിൽ വിലക്ക് കൂടി നൽകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഉയർന്ന തിരമാല, ശക്തമായ കടൽക്കാറ്റ് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടി പ്രവചിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിൽ മാത്രമല്ല മലയോര മേഖലകളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തണം. ഈ പകൽ സമയങ്ങളിൽ ഉണ്ടാകുന്ന ഇടിമിന്നൽ അതീവ ജാഗ്രതയോടെ തന്നെ പൊതുജനങ്ങൾ കാണണം എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നൽ മൂലമുള്ള മരണങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പൊതുജനങ്ങൾക്ക് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വീണ്ടും നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു ഉള്ള റിസ്ക് എത്രത്തോളമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രത്യേക മുന്നറിയിപ്പുണ്ട്. മാത്രമല്ല തീരദേശവാസികൾ എന്നുള്ളത് മാത്രമല്ല, ബീച്ചിലേക്ക് പോകുന്നവർ, ഒപ്പം തന്നെ കടലിലിറങ്ങി വിനോദങ്ങൾ ഏർപ്പെടുന്നവരൊക്കെ സൂക്ഷിക്കണമെന്നും ഒക്കെ ഉണ്ടല്ലോ അല്ലെ? നിർദ്ദേശങ്ങൾ അങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. അത് കൃത്യമായി പാലിക്കണം. സുരക്ഷിതത്വത്തിന് അത് ആവശ്യമാണ് എന്നുള്ളതാണ്. ലക്ഷ്മി, അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം അടക്കം വർക്കല കാപ്പിൽ ബീച്ചിലടക്കം നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഉയർന്ന കടലേറ്റം, ഒപ്പം തന്നെ ഉയർന്ന തിരമാല, കള്ളക്കടൽ പ്രതിഭാസം ഇതൊക്കെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി കേരള തീരത്ത് തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾക്ക് ഇപ്പോഴും ആ മുന്നറിയിപ്പുകൾ തുടരുകയാണ്. പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ അത് തദ്ദേശീയരാണെങ്കിലും വിദേശീയരാണെങ്കിൽ പോലും വെള്ളത്തിലിറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ശംഖുമുഖം മേഖലയിലാണ്. ഇവിടെ അടക്കം വലിയ രീതിയിലുള്ള തിരമാലകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈഫ് ഗാർഡുകളുടെ ശ്രദ്ധ പതിക്കാത്ത മേഖലകളിൽ അടക്കം ഈ വിനോദസഞ്ചാരികൾ ഇറങ്ങുന്നുണ്ട്. അവർക്കൊക്കെ ജാഗ്രതാ മുന്നറിയിപ്പുകൾ നിലവിൽ നൽകുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിലും ശക്തമായ കാറ്റും ഒപ്പം തന്നെ ഉയർന്ന തിരമാലയ്ക്കുമുള്ള സാധ്യതയാണ് കേരള തീരത്ത് നൽകിയിട്ടുമുള്ളത്. ഡാമുകളുടെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ പല ഡാമുകളിലും കഴിഞ്ഞ ദിവസങ്ങളടക്കം അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇന്നലെ ഏറ്റവും ഒടുവിൽ വന്ന മുന്നറിയിപ്പിൽ അത്തരത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഡാമുകൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. മിക്ക നദികളിലെയും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം കൂടി നിലവിൽ നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ കരമന, വെള്ളക്കടവ് അടക്കമുള്ള മേഖലകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ സമീപങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. ചില നദികളുടെ ജലനിരപ്പ് കുറയുന്ന ഒരു സാഹചര്യം കൊണ്ട് അത് വലിയ രീതിയിലുള്ള ആശ്വാസം ആ മേഖലകളിൽ ഉണ്ടാക്കുന്നുമുണ്ട്. നമുക്കിപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അവസാന റിപ്പോർട്ട് പ്രകാരം വലിയ രീതിയിലുള്ള മഴയാണ് ഇനി വരാൻ പോകുന്നത്. ജൂലൈയിൽ ശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.